2024 മെയ് 2 വ്യാഴം. ഇന്ന് 1199 മേടം 19. ഓൺലൈൻ വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഗാസ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം 300-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഗാസ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ന്യൂയോർക്കിൽ 300-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. കൊളംബിയ സർവകലാശാലയിലും സിറ്റി കോളേജ് ക്യാമ്പസുകളിലും നടന്ന റാലികളിലാണ് ന്യൂയോർക്ക് സിറ്റി പോലീസിൻ്റെ നടപടി. പ്രതിഷേധക്കാർ കയ്യേറിയ കൊളംബിയയിലെ ഹാമിൽട്ടൺ ഹാളും പോലീസ് ഒഴിപ്പിച്ചു. പ്രതിഷേധക്കാരെ പുറത്താക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കൊളംബിയയിൽ 109 പേരും സിറ്റി കോളേജിൽ 173 പേരുമാണ് അറസ്റ്റിലായത്. ഇവരിൽ എത്ര പേരാണ് വിദ്യാർത്ഥികൾ എന്നതിൽ വ്യക്തതയില്ല. ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിൽ പ്രതിഷേധക്കാരുടെ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടി. നഗരത്തിൽ വിദ്വേഷ പ്രവർത്തികൾ അനുവദിക്കില്ലെന്നും സാഹചര്യം വഷളാക്കാൻ ചിലർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ന്യൂയോർക്ക് മേയർ കുറ്റപ്പെടുത്തി. നിയമപരമായി നടത്തേണ്ട പ്രതിഷേധം അക്രമാസക്തമാകാൻ അനുവദിക്കില്ലെന്നും ഇത്തരം പ്രതിഷേധങ്ങൾ ലക്ഷ്യം കാണില്ലെന്നും മേയർ വിമർശിച്ചു. കോവിഷീൽഡ് കുത്തിവെച്ചവരുടെ രക്തം കട്ടപിടിക്കുമോ? എന്താണ് യാഥാർത്ഥ്യം? ആ മരണങ്ങളിലും ആശങ്ക വേണോ? 2019 ഡിസംബർ. ചൈനയിലെ വുഹാൻ നഗരത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ പകർച്ചപ്പനിയും ശ്വാസതടസ്സവും ആളുകളുടെ ജീവൻ എടുത്തു തുടങ്ങിയ സമയം. 2020 തുടക്കമായപ്പോഴേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാശം വിതയ്ക്കുന്ന മഹാമാരിയായി കോവിഡ്-19 വളർന്നു കഴിഞ്ഞിരുന്നു. 10,000-കണക്കിന് ആളുകൾ ദിനംപ്രതി മരിച്ചു. ലോകാരോഗ്യ സംഘടന കോവിഡിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചു. 10 വർഷത്തേക്കെങ്കിലും ലോകത്തിന് നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചുപോക്കുണ്ടാവില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അതിവേഗത്തിലുള്ള കോവിഡ് വാക്സിൻ്റെ കണ്ടെത്തൽ പ്രവചനങ്ങളെയെല്ലാം തകിടം മറിച്ചു. ലോകത്താകമാനം 2 കോടിയിലേറെ ജീവനുകളെ കോവിഡ് വാക്സിൻ രക്ഷിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. കോവിഡ് വാക്സിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച mRNA സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത കാറ്റലീൻ കാരിക്കോ, ട്രൂ വെയ്സ്മാൻ എന്നിവരെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം തേടിയെത്തുകയും ചെയ്തു. പക്ഷേ വാക്സിൻ കണ്ടെത്തിയപ്പോൾ മുതൽ തന്നെ ആരംഭിച്ചിരുന്ന വിവാദങ്ങൾക്ക് അതുകൊണ്ടൊന്നും അവസാനമായിരുന്നില്ല. കോവിഡ് മഹാമാരിയും വാക്സിനും കുത്തക മരുന്നു കമ്പനികളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു വാക്സിനെ എതിർക്കുന്നവരുടെ പ്രചാരണം. കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ചിരുന്ന ആസ്ട്രാസെനെക്ക കമ്പനിയുടെ വെളിപ്പെടുത്തലായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിവാദം. വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നായിരുന്നു UK കോടതിയിൽ ഇത് സംബന്ധിച്ച കേസിന് മരുന്ന് കമ്പനി നൽകിയ സത്യവാങ്മൂലം. ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ പേർ സ്വീകരിച്ച കോവിഷീൽഡ് വാക്സിനെ പറ്റി മുൻപും ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു കേസിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് മരുന്ന് കമ്പനി സമ്മതിക്കുന്നത് ഇതാദ്യം. എന്താണ് നിലവിലെ വാക്സിൻ വിവാദം? പാർശ്വഫലങ്ങൾ അപൂർവമായി വന്നേക്കാമെന്നത് വാക്സിൻ്റെ സാധുതയെ അപ്പാടെ തള്ളിക്കളയുന്നുണ്ടോ? 2021 ഏപ്രിലിൽ ആസ്ട്രാസെനെക്ക കമ്പനിയുടെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച് ദിവസങ്ങൾക്കകം UK സ്വദേശിയായ ജെയ്മി സ്കോട്ടിന് മസ്തിഷ്കാഘാതം സംഭവിച്ചിരുന്നു. ഇവർ നൽകിയ പരാതിയിലാണ് കമ്പനിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചത്. വാക്സിൻ എടുത്ത ശേഷം രക്തം കട്ടപിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതം ജാമി സ്കോട്ടിൻ്റെ കുടുംബം കോടതിയിൽ തെളിയിച്ചു. പക്ഷേ വാക്സിൻ ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് 2023 മെയ്യിൽ ആസ്ട്രാസെനെക്ക കോടതിയെ അറിയിച്ചത്. ഒടുവിൽ 3 വർഷത്തോളം നീണ്ട പോരാട്ടത്തിന് ശേഷമാണ് അപൂർവം ചില കേസുകളിൽ കോവിഷീൽഡ് പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കിയേക്കാം എന്ന കമ്പനിയുടെ വെളിപ്പെടുത്തൽ. ജാമി സ്കോട്ടിന് പുറമെ മറ്റ് 51 പേർ നൽകിയ സമാനമായ പരാതികളും UK ഹൈക്കോടതിയിലുണ്ട്. എന്നാൽ ഇവരിലെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയത് വാക്സിൻ്റെ പാർശ്വഫലമാണോ എന്നതിൽ വ്യക്തതയില്ല. വാക്സിൻ അപൂർവമായി സങ്കീർണതകൾക്ക് കാരണമായേക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും വാക്സിനും മരണങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇന്ത്യ തിരിഞ്ഞു നടക്കുന്നു എന്ന് വിദേശ മാധ്യമങ്ങൾ. മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം നൽകി, ഇനിയുള്ളത് ഹിന്ദു ഇന്ത്യ, ഇങ്ങനെ വിശ്വസിച്ചവർ വിഭജനകാലത്തുണ്ടായിരുന്നു. അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് ഗാന്ധിജിയും നെഹ്റുവും ഡോക്ടർ അംബേദ്കറും അടക്കമുള്ള വിദേശ വിദ്യാഭ്യാസം നേടി ആധുനിക കാഴ്ചപ്പാടുകൾ സ്വാംശീകരിച്ച ദേശീയ നേതാക്കളായിരുന്നു. ആധുനികരായിരുന്ന അവർ ഇന്ത്യയെ ജനാധിപത്യവുമായി പരിവർത്തിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇതിൽ വലിയൊരു വിഭാഗത്തിന് ഇച്ഛാഭംഗമുണ്ടായി. അതിൻ്റെ പ്രതികരണങ്ങളിൽ ഒന്നായിരുന്നു ഗാന്ധിജിയുടെ വധം.
അദ്ദേഹത്തെ വധിക്കാൻ നാഥുറാം ഗോഡ്സെയെ ഒരുക്കിയത് ഈ ചിന്താഗതിയായിരുന്നു. സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഉന്നതരായ ഈ നേതാക്കളോട് അവർക്കോ അവരുടെ സംഘടനകൾക്കോ വിരോധമുണ്ടായിരുന്നില്ല. ഹിന്ദു ഇന്ത്യ ഉണ്ടാകാതെ പോയത് മാത്രമാണ് അവരെ പ്രകോപിപ്പിച്ചത്. മഹാത്മാവിൻ്റെ കാല് തൊട്ട് വന്ദിച്ച ശേഷമാണ് ഗോഡ്സെ നിറയൊഴിച്ചത്. ഇന്ത്യ തിരിഞ്ഞു നടക്കുകയാണ് എന്ന് ഭൂരിപക്ഷം വിദേശ മാധ്യമങ്ങളും പറയുന്നു. എതിർ ശബ്ദങ്ങൾക്ക് ഇടം നൽകാത്ത വിജയം ജനാധിപത്യത്തിൻ്റെ വിജയമല്ല, മോദിയുടെ പരാമർശങ്ങൾ ജനാധിപത്യത്തിനു നേരെയുള്ള ആക്രമണമാണ് എന്നിങ്ങനെയാണ് തലക്കെട്ടുകൾ. 3/4 നൂറ്റാണ്ട് പിന്നിട്ട ശേഷം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് ജനാധിപത്യത്തിൻ്റെ ഭാവിയെപ്പറ്റി രാജ്യത്ത് ചർച്ച നടക്കുകയാണെന്നതിൽ അവർ അത്ഭുതം കൊള്ളുന്നു. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് പുരോഗമന സ്വഭാവമുള്ള ദക്ഷിണേന്ത്യ മോദിയെ തള്ളുന്നത് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുരാജ്യം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അത്തരമൊരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് രണ്ടാംകിട സ്ഥാനം മാത്രമേ ലഭിക്കൂ എന്നും വിമർശനമുയരുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തുന്നവരിൽ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നൽകേണ്ടതില്ലെന്ന തീരുമാനം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് അപമാനമാണ്. ഇതര മതസ്ഥർ തമ്മിലുള്ള വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകുന്നതിന് വ്യവസ്ഥകൾ വയ്ക്കാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനവും വിവേചനം ചുവയ്ക്കുന്നതാണ്. രാജഭരണമോ കയ്യൂക്കുള്ളവൻ്റെ മേധാവിത്വമോ ശീലിച്ചവരാണ് ലോകത്തെ മഹാഭൂരിപക്ഷം ജനതയും. ഇന്ത്യൻ ജനതയും വ്യത്യസ്തമല്ല. ഗോത്ര മാടമ്പി ഭരണങ്ങളിൽ തുടരുന്ന പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇത്തരമൊരു ജനതയെ ആധുനികമായ ജനാധിപത്യത്തിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള ധീരശ്രമമാണ് ദേശീയ പ്രസ്ഥാനത്തിലെ അടക്കമുള്ള ആദ്യകാല നേതാക്കൾ ചെയ്തത്. ഇത്രയും വലിയ ജനത ജനാധിപത്യത്തിൽ നിന്ന് പിന്തിരിയുന്നതിലെ അപകടമാണ് വിദേശ മാധ്യമങ്ങളടക്കമുള്ള വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ എന്നതാണ് ഈ വിമർശനത്തിനുള്ള സ്വാഭാവികമായ ന്യായീകരണം. വേണ്ടത്ര ജനാധിപത്യ പരിശീലനമില്ലാത്ത ജനത ശക്തനായ ഏകാധിപത്യ ഭരണത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് ഇതിന് മറുപടി. ഇന്ത്യയിലെ മധ്യവർഗം മടക്കയാത്രയിൽ അപകടം കാണാത്തത് ഉദാഹരണമായി പറയുന്നു. കേരളത്തിൽ കൊടും ചൂട് കുറയും, ലാനിനയും അയ്യോഡിയും ഒരുമിച്ചാൽ ആശങ്ക. നാട്ടിൽ മഴയുണ്ടോ? പ്രവാസികളായ സുഹൃത്തുക്കൾ ഫോണിൽ വിളിക്കുമ്പോൾ ചോദിച്ചിരുന്ന ഈ ചോദ്യം കേരളത്തിലുള്ളവർ ഇപ്പോൾ തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ്. ചൂടിൽ വിയർത്തു കുളിച്ചിരിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ റോഡിൽ വള്ളം കളിക്കുള്ള വെള്ളമാണ് ഒഴുകുന്നത്. 2018 പ്രളയം മുതലാണ് കാലാവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമെല്ലാം നാം ബോധവാന്മാരാകാൻ തുടങ്ങിയത്. ഈ വിഷയങ്ങൾ മറക്കാതിരിക്കാൻ പിന്നീടുള്ള ഓരോ വർഷവും ചൂടും മഴയുമൊക്കെ മാറി മാറി നൽകി പ്രകൃതിയും നമുക്കൊപ്പമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം ചൂടാണ്. നമ്മൾ പതിവില്ലാതെ വിയർക്കാൻ തുടങ്ങിയിട്ട് 2 മാസത്തിന് മുകളിലായി. കാരണം കൊടും ചൂടാണ് കേരളത്തിൽ. എന്നാൽ ചൂടുകാലം അവസാനിക്കാൻ പോകുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളം എന്ന ചെറിയ തുരുത്തിൽ മാത്രമല്ല, ലോകത്തെ തന്നെ ചൂടുപിടിപ്പിച്ച എൽനിനോ പ്രതിഭാസം പിൻവാങ്ങി. സ്വാഭാവികമായും കേരളത്തിലുൾപ്പെടെ ചൂട് കുറഞ്ഞു തുടങ്ങും. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു 2023. 2016 ആയിരുന്നു അതിനു മുൻപ്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എൽനിനോ പ്രതിഭാസം തന്നെയായിരുന്നു. 2023 ജൂണിൽ തുടങ്ങി ഇപ്പോൾ ഏപ്രിലിലാണ് അതൊന്ന് ന്യൂട്രലായി തുടങ്ങിയത്. കിഴക്കൻ പസഫിക് അസാധാരണമായി ചൂടാകുന്ന അവസ്ഥയാണ് എൽനിനോ. പസഫിക് വളരെ വിശാലമായ സമുദ്രമേഖലയാണ്. അവിടെയുണ്ടാകുന്ന ഏതൊരു മാറ്റവും ലോക കാലാവസ്ഥയെ മുഴുവൻ സ്വാധീനിക്കും. ചിലയിടങ്ങളിൽ വലിയ ഹീറ്റ് വേവ് ഉണ്ടാകും, ചില സ്ഥലങ്ങളിൽ കൊടും വരൾച്ചയുണ്ടാകും. എന്നാൽ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലെങ്കിലും അതിതീവ്രമായ മഴയും കിട്ടും. കാലാകാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കേരളം ഉൾപ്പെടെ ലോകത്തെ മിക്കയിടങ്ങളിലും ചൂട് കൂടാനുണ്ടായ കാരണവും ഇതായിരുന്നു. ശുഭദിനം. നന്ദി.